പെട്ടെന്നായിരുന്നു ഒരു കേക്ക് കഴിക്കാൻ തോന്നി. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിലൊരു കേക്ക് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ച് ഇറങ്ങി പുറപ്പെട്ടതാണ്. നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ, അല്ലേ? അപ്പോൾ നമ്മൾ കേക്കിനുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് കേക്ക് ഉണ്ടാക്കുന്നത് അമ്മയാണ്. ഞാൻ അസിസ്റ്റൻ്റായിട്ട് ഇളക്കാനും കാര്യങ്ങളൊക്കെ നിൽക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. ഈ മൊസറല്ല ചീസ് എന്തിനാ അവിടെ ഇരിക്കണമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. ബട്ടറും ഡാർക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമിനെയും മാത്രം നോക്കിയാൽ മതി. പിന്നെ നമ്മളുടെ മെയിനായിട്ടുള്ള മൈദ, കൊക്കോ പൗഡർ, പിന്നെ ബേക്കിംഗ് പൗഡർ ഉണ്ടായിരുന്നു. ബേക്കിംഗ് സോഡ ഫ്രിഡ്ജിലുണ്ടായിരുന്നു, ഞാൻ കാണിക്കാൻ മറന്നു. പിന്നെ നമ്മളുടെ എഗ്ഗ് 4 എണ്ണം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ റൂം ടെമ്പറേച്ചറിലാക്കാൻ ലൈറ്റ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചേക്കായിരുന്നു കേട്ടോ. മീൻവെൽ നമ്മുടെ ബേക്കിംഗ് ട്രേയിൽ നമ്മൾ ഈ ഒലിവ് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഒരു ബൗൾ എടുക്കണു, അതിനകത്ത് 5 ഇൻഗ്രീഡിയൻസ് ഇടാണ് കേട്ടോ. നമ്മൾ മൈദ ഇട്ടു 1 കപ്പ്, പിന്നെ 3 സ്പൂണായിട്ട് നമ്മൾ കൊക്കോ പൗഡർ ഇട്ടു, പിന്നെ നമ്മളൊരു ചെറിയ സ്പൂൺ, അതിലും ചെറിയ സ്പൂൺ എടുത്തിട്ട് അതിൽ ബേക്കിംഗ് പൗഡർ ഇട്ടു, പിന്നെ ബേക്കിംഗ് സോഡ, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സോൾട്ട്, ഈ 5 ഐറ്റംസും കൂടെ 3 പ്രാവശ്യം നമ്മൾ തിരിച്ചും മറിച്ചും സീവ് ചെയ്തെടുക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ അത് മാറ്റി വെച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ കേട്ടോ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ എടുത്തത്. അതുകൊണ്ടാണ് അതിങ്ങനെ ഇരിക്കണേ. പിന്നെ ആ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ എടുത്തതിൻ്റെ കൂടെ നമ്മൾ അതിലേക്ക് നല്ലപോലെ ബീറ്റായി വന്നിട്ട് നമ്മൾ നല്ല പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കുറച്ച് വാനില എസൻസും കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് നല്ല രീതിക്ക് അതിനെങ്ങനെ ബീറ്റ് ചെയ്തിട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോമി ടെക്സ്ചറൊക്കെ വന്നപ്പോൾ നമ്മളതിലേക്ക് മാറ്റി വെച്ച് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ പൗഡേഴ്സ് എല്ലാം കൂടി ഇട്ടു. എന്നിട്ട് ഇനി നമ്മൾ ബീറ്റിംഗ് ഇല്ല കേട്ടോ, ഇനി നമ്മൾ ഫോൾഡിങ്. അതിനിങ്ങനെ ഒരേ ഡയറക്ഷനിൽ ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക, നടുവിൽ കൂടെ വരയ്ക്കുക, ഫോൾഡ് ചെയ്യുക, നടുവിൽ കൂടെ വരയ്ക്കുക, അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ അതിലേക്ക് 1 കപ്പ് ഒലിവ് ഓയിൽ ഒഴിച്ചു വിട്ടു. 1 കപ്പില്ല, അതിന് 3/4 എന്നൊക്കെ പറയാം. അങ്ങനെ ഒലിവ് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് നല്ല രീതിക്ക് അതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി കുറച്ചുകൂടെ ലൂസാക്കാൻ നമുക്ക് കുറച്ച് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം സെറ്റായതിന് ശേഷം നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ച ബേക്കിംഗ് ട്രേക്ക് നമ്മൾ ഈ ഒരു കേക്ക് മിക്സ് ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു നല്ല സ്മെല്ലൊക്കെ വന്നു. കൊക്കോ പൗഡറിൻ്റെ എനിക്ക് അപ്പം തന്നെ ടേസ്റ്റ് ചെയ്യാൻ തോന്നി. പക്ഷേ ഇപ്പോൾ ടേസ്റ്റ് അത്ര രസം ഉണ്ടാവില്ല. കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളതെല്ലാം മിക്സൊക്കെ പോർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ നല്ല പോലെ ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ ഇങ്ങനെ തട്ടി കൊടുക്കണം. ഇങ്ങനെ ചെറിയ ബബിൾസൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ ആ ബബിൾസൊക്കെ പോകാൻ വേണ്ടി തട്ടി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ ഒരു പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാത്രത്തിനകത്തേക്ക് ഇറക്കി വെച്ചു. അങ്ങനെ നമ്മൾ ഓവണിലൊന്നല്ല ബേക്ക് ചെയ്യണേ, നമ്മളൊരു 30 മിനിറ്റ്സ് അതിനകത്ത് വെച്ചിട്ടാണ് ബേക്ക് ചെയ്യണം. ആ ടൈമിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വാട്ടറിൽ നല്ല രീതിക്ക് ഷുഗറൊക്കെ ഇട്ടു. നല്ലപോലെ ബോയിലായിട്ട് അതിന് ചെറിയ കളറൊന്ന് ചേഞ്ച് ചെയ്ത് വരുന്ന വരെയാണ് നമ്മളതിനെങ്ങനെ ഷുഗർ സിറപ്പ് ആക്കേണ്ടത്. പിന്നെ നമുക്കൊരു പാത്രത്തിൽ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെച്ചു. അത് കണ്ട് എൻ്റെ ഹാർട്ട് മെൽറ്റായിപ്പോയി. എന്ത് സ്മെല്ലായിരുന്നു എന്നറിയോ, കാണാൻ നല്ല ക്രീമി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ നമ്മൾ നല്ല രീതിക്ക് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക ഇടയിൽ വെച്ചിട്ട് അതിന് എല്ലാം കറക്റ്റായിട്ട് നല്ല പോലെ മെൽറ്റായി വരാൻ വേണ്ടി. ഇത് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷിന് വേണ്ടിയിട്ടാട്ടോ. നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ല ഗ്ലേസിങ് പോലെ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രിപ്പറേഷൻ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്. അതിനകത്തേക്ക് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് അത് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം വിപ്പിംഗ് ക്രീം നല്ല തണുപ്പിലിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ അതും നല്ലപോലെ ബ്ലെൻഡ് ആവുന്ന രീതിക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്യണം. ഇതിൽ വൈറ്റ് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്യണവരുണ്ട് കേട്ടോ, ഒരു ഇത്തിരി കൂടിയും വേറെ ടേസ്റ്റ് കിട്ടും. അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ നല്ല രീതിയിൽ ഇതാക്കി വെച്ചു. പിന്നെ കുറച്ച് കാഷ്യൂസൊക്കെ നമ്മളിങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചു. മീൻവെൽ നമ്മുടെ കേക്ക് ബേക്കായി വന്നു ഗൈസ്. നല്ല രീതിക്ക് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വീട് ഫുൾ നല്ല കേക്കിൻ്റെ സ്മെല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ഗനാഷാണെങ്കിലും റെഡി ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇത് എല്ലാം സെറ്റ് ചെയ്ത് ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിലാട്ടോ ബട്ടർ ഇട്ടത്. അങ്ങനെ ബട്ടറൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ബട്ടർ ഇടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗ്ലേസിങ് കിട്ടാനാട്ടോ ഗനാഷിന് അത് മുന്നത്തേക്കാളും കുറച്ചും കൂടെ നല്ല ഒരു ഗ്ലോയി ആയിട്ടിരിക്കുന്നുണ്ടാവും. ഇനി അടുത്ത നമ്മളുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ തന്നെ ഒരു ബൗളും പിന്നെ ബീറ്റ് ചെയ്യണതിൻ്റെ ആ ഒരു
ബീറ്ററിൻ്റെ ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് നല്ല രീതിക്ക് ഇങ്ങനെ വിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഗണാഷ് ഇത് ചൂടാറിയതിന് ശേഷം നമ്മുടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ നല്ല ചോക്ലേറ്റ് ക്രീം കിട്ടും കേട്ടോ. നല്ല ഒരു ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ സ്റ്റക്കായി നിൽക്കുന്ന കൺസിസ്റ്റൻസിയിൽ നമുക്ക് ചോക്ലേറ്റ് ക്രീം കിട്ടി. അപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ സെറ്റ് ചെയ്യാറായി. കേക്കൊക്കെ തണുത്തുകൂട്ടി. ഇതെല്ലാം നല്ലപോലെ തണുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തിട്ട് നല്ല രീതിക്ക് സെറ്റ് ചെയ്യാൻ പറ്റാം. അങ്ങനെ ഈ കേക്കിൻ്റെ ഭംഗി നോക്കിയിരുന്നു ഗൈസ് ഞാൻ. അപ്പോൾ തന്നെ ഇതിനെ നമുക്കിനി 3 ലെയർ ആക്കിയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നല്ല റൗണ്ടിൽ നമ്മൾ സൈഡിലൊക്കെ ഒന്ന് ജസ്റ്റ് മുറിച്ചു കൊടുത്തു. പിന്നെ കറക്റ്റായിട്ടത് ഇങ്ങനെ വലിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ ത്രെഡില്ലേ സ്റ്റിച്ച് ചെയ്യണ നൂലൊക്കെ അങ്ങനെയൊക്കെ വീട്ടിലുള്ളത് എടുത്തിട്ട് ജസ്റ്റ് അതിനെ വട്ടത്തിൽ ചുറ്റി വലിഞ്ഞിട്ട് ഒരൊറ്റ വലി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലത്തെ പല പല ടെക്നിക്സ് ഉണ്ടാവും, പലരും യൂസ് ചെയ്യണേ. നമ്മളിതിങ്ങനെ വീട്ടിൽ ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യണത്. നല്ല രസമായിട്ട് കിട്ടി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് 3 സെപ്പറേറ്റ് ലെയേഴ്സായിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് ഏറ്റവും അടിയിലുണ്ടാവുന്ന ലെയറായിരിക്കും ഏറ്റവും മുകളിൽ വയ്ക്കാം. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നല്ല ഷേപ്പിലാക്കി കേക്കിനെ കിട്ടാൻ വേണ്ടി, നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതങ്ങനെ വെക്കുക. അങ്ങനെ നമ്മളുടെ കേക്ക് സെറ്റ് ചെയ്യാൻ പോകുക. അപ്പോൾ അടിയിൽ തന്നെ നമ്മൾ കുറച്ച് നമ്മുടെ ക്രീമൊക്കെ കുറച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിൽ നമ്മുടെ ഏറ്റവും മുകളിലുണ്ടായിരുന്ന പീസിനെടുത്തിട്ട് ഏറ്റവും താഴെ വെച്ചു. ഇനി അതിൻ്റെ നടുവിൽ നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് കൊടുക്കുക കേട്ടോ. നല്ലപോലെ സോക്കായി കിട്ടണം. അങ്ങനെയാണെങ്കിലാണ് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാം. അതിന് മുകളിൽ നമ്മൾ നല്ല കട്ടിയിൽ നല്ല ചോക്ലേറ്റിൻ്റെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളുടെ ചോക്ലേറ്റ് ഗനാഷ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് തിക്നെസ് കൂട്ടി ഇതൊക്കെ ആക്കിയിട്ട് ഇടാം. നല്ല ഒരു മീഡിയം ഇതിലിടുമ്പോൾ നല്ല സ്വീറ്റായിട്ടും നല്ല സോഫ്റ്റായിട്ടും കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നമ്മളുടെ ബദാമും കൂടെ ക്രഷ് ചെയ്തത് ഒരു ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ 3 ലെയറും അടുത്ത ലെയറിലും നമ്മൾ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യും. പിന്നെ നമ്മളതിൻ്റെ മുകളിൽ കേക്ക് കൊടുക്കും, മീൻസ് വിപ്പിംഗ് ക്രീം ഇടും. വിപ്പിംഗ് ക്രീം അല്ല, നമ്മുടെ ചോക്ലേറ്റ് ക്രീം ഇടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാഷ്യൂസ് ഇടും. അങ്ങനെ ഓരോ ലെയർ ബൈ ലെയറായിട്ട് നമ്മളത് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി കേക്കിന് ഏകദേശം ഒന്ന് നമ്മൾ വൃത്തിക്ക് റാപ്പ് ചെയ്ത് ആക്കിയതിന് ശേഷം നമ്മളിതിനെ നല്ലപോലെ തണുപ്പിച്ചെടുക്കണം കേട്ടോ. കുറച്ച് നേരം നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് പുറത്തെടുത്തതിന് ശേഷമാണ് നമ്മളതിൻ്റെ മുകളിൽ ഗനാഷ് വയ്ക്കുന്നത്. അങ്ങനെ ചോക്ലേറ്റ് ഗനാഷൊക്കെ നമ്മളിങ്ങനെ പോർ ചെയ്ത് കൊടുത്തു. കുറച്ച് തിക്കായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. തിക്കായിട്ട് നല്ല നമ്മളത് ലൂസാക്കിയിട്ടുണ്ടെങ്കിലും അതിങ്ങനെ ഇരുന്ന് തണുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് വന്നതായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അതിങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് കാഷ്യൂസൊക്കെ എടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ രാത്രിയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കാൻ നിന്നിരുന്നത്. അപ്പോൾ നമ്മൾ രാത്രി ഏകദേശം ഒരു 10 o'clock ആയിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കേക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ബാക്കി ഒരു രാത്രി മുഴുവൻ അങ്ങനെ ഫ്രിഡ്ജിനുള്ളിൽ തണുത്തിരുന്ന കേക്കിനെ നമ്മൾ കാലത്ത് തന്നെ മോചിപ്പിച്ചു, പുറത്തെടുത്ത് വെച്ചു. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും നോക്കിയില്ല. ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് കേക്ക് മുറിക്കുക. കേക്കൊക്കെ മുറിച്ച് അതിനിങ്ങനെ ലെയറായി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യണമല്ലോ. ഭയങ്കര ഇഷ്ടമായി. കേക്ക് കട്ടിങ്ങും എക്സ്പ്രഷൻ ഇടലും ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയിച്ചു ഈശ്വര ഇത് വീഡിയോയ്ക്ക് വേണ്ടിയായിരുന്നല്ലോ എന്ന്. കാരണം ജെനുവിൻലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് എൻജോയ് ചെയ്തോട്ട് കഴിക്കുമായിരുന്നു കേട്ടോ. ആൻഡ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതുപോലെ ടേസ്റ്റ് വരുമ്പോൾ അതിനൊരു സന്തോഷം വേറെ അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ.